ഹലോ, അപ്പോൾ ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി സാൽമൺ ഫിഷ് കറിയാണ് കേട്ടോ. അത്യാവശ്യം ടേസ്റ്റുള്ളൊരു സാധനമാണ് കേട്ടോ. അത്യാവശ്യം ടേസ്റ്റ് മാത്രമല്ല, കുറച്ചധികം വില കൊടുത്തിട്ടാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എൻ്റെ നാത്തൂൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാത്തൂൻ്റെ സ്പെഷ്യലാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് സാൽമൺ കട്ട് ചെയ്ത് പീസായിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് കുഞ്ഞുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി. ഇത് നമുക്ക് മിക്സിയിലെ ജാറിലിട്ട് അടിക്കാൻ പാടില്ല കേട്ടോ, ചതച്ച് തന്നെ എടുക്കണം. അപ്പോഴേ അതിൻ്റെ ഒരു ടേസ്റ്റ് നല്ലപോലെ ഇറങ്ങി കിട്ടുള്ളൂ. അടുത്ത് നമുക്ക് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിൽ എണ്ണ ഒഴിച്ച് കുറച്ച് കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലൂടെ ഇട്ട് അതും കഴിഞ്ഞ് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കുക്കിംഗ് ഇന്ന് നമ്മുടെ നാത്തൂൻസാണ് കേട്ടോ. നാത്തൂൻ സ്പെഷ്യൽ കറിയാണേ. അപ്പോൾ നമ്മുടെ ഉള്ളി ഇതാ ഏകദേശം ചുവന്ന് വരാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാവേ. അപ്പോൾ ഇതിന് ഒരു സ്മെല്ല് വരുമല്ലോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ ഇതിൻ്റെ ഒരു സ്മെല്ല്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ആ സ്മെല്ല്. ഒരു പച്ചമണം മാറുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പ് ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഞങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് കുറച്ച് പച്ചമുളകാണ് കേട്ടോ. നമ്മുടെ ആവശ്യത്തിനുള്ള എടുക്കാം കേട്ടോ. ഞങ്ങളൊരു 3 പച്ചമുളക് ചെറുതായിട്ട് കീറിയെടുത്തതാണ്. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള ആ ടേസ്റ്റിനും എരിവിനും ആവശ്യമുള്ളത് ഇടാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിത് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് നല്ലപോലെ ഇളക്കി അതിൻ്റെ ഒരു പച്ചമണം മാറുമ്പോഴത്തേക്ക് നമുക്കതിൽ ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് ഫിഷ് മസാലയാണ് കേട്ടോ. നമ്മൾ ഫിഷ് മസാല ആഡ് ചെയ്തു. പിന്നെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നത് വെള്ളമാണ് കേട്ടോ. നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ അതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. അത് തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ കുടംപുളി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുടംപുളി ഇട്ട ശേഷം ആവശ്യത്തിനുള്ള കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഞങ്ങൾ എരിയുള്ള മറ്റേ മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല. ഞങ്ങൾ ഓൾറെഡി പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ യൂസ് ചെയ്യുന്നത് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ. അതുകൂടിയൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഇനി കട്ട് ചെയ്ത് തക്കാളിക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. തക്കാളിക്കായിട്ട് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ സാൽമൺ ഫിഷ് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഓൾറെഡി നല്ല തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഈ സാൽമൺ ഫിഷ് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കുറച്ച് സമയം നമുക്ക് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അടച്ചു വെച്ചാണ് കുക്ക് ചെയ്യുന്നതെങ്കിലും ഒരു 2 മിനിറ്റ്സ് 3 മിനിറ്റ്സ് കഴിയുമ്പോൾ നമ്മളതെടുത്ത് മാറ്റി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫിഷ് കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ആദ്യം അപ്പത്തിൻ്റെ കൂടെയാണ് കഴിച്ചു നോക്കിയത് കേട്ടോ. അപ്പോൾ ഭയങ്കര ടേസ്റ്റും ഭയങ്കര സോഫ്റ്റും. പിന്നെ ഇത് നെയ്യുള്ള മീനാണ് കേട്ടോ. അപ്പം നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് അറിയണമെങ്കിൽ നമ്മൾ ഇന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം കഴിക്കുമ്പോഴായിരിക്കും അതിൻ്റെ റിയൽ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എന്തായാലും നിങ്ങൾ ഒരിക്കലും ട്രൈ ചെയ്യണേ. അപ്പോൾ പിന്നെ കാണാം.